നിതിൻ രാജ് എന്ന് പറയുന്നൊരു വിദ്യാർത്ഥിയുടെ ആത്മഹത്യയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞതാണ്. സ്വന്തം അധ്യാപകരിൽ നിന്ന് പോലും മാനസികമായിട്ടും വളരെയധികം സാമൂഹികമായിട്ടുമുള്ള ആക്ഷേപങ്ങൾ നേരിടേണ്ടി വന്നൊരു വിദ്യാർത്ഥി ഈ അടുത്ത വാർത്തകൾ വരുന്നത് അദ്ദേഹം ലോൺ ആപ്പിലൂടെ പൈസ എടുത്തതിൻ്റെ പേരിൽ ലോൺ ആപ്പുകളിൽ നിന്നും വലിയ രീതിയിലുള്ള മാനസിക സമ്മർദ്ദം ഏറ്റുവാങ്ങുകയും ചെയ്തപ്പോഴാണ് താൻ എന്തിനാണ് ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നത് ആലോചിച്ചുകൊണ്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നത്. ഇതിൻ്റെയൊക്കെ ഇടയിൽ അദ്ദേഹത്തിൻ്റെ ജാതിയുടെയും നിറത്തിൻ്റെയും ഒക്കെ പേരിൽ മാനസികമായിട്ടുള്ള സംഘർഷവും മറുഭാഗത്ത് സാമ്പത്തികമായിട്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും അദ്ദേഹം നേരിടുകയാണ്. ഇതൊക്കെ ഒരുമിച്ച് കാണുമ്പോൾ അദ്ദേഹം തന്നെ ആലോചിച്ച് പോകുന്നു, ഞാൻ എന്തിനാണ് ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നത്. അതും പറഞ്ഞുകൊണ്ട് അദ്ദേഹം പഠിക്കുന്ന കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യുകയാണ്. അല്ല, ആരൊക്കെയോ ചേർന്ന് അദ്ദേഹത്തിനെ കൊലപ്പെടുത്തുകയാണ്. അപ്പോൾ ഇവിടെ ഇദ്ദേഹത്തിൻ്റെ മരണത്തിൽ പലിശ എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാരണമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പലിശയ്ക്ക് പണമെടുക്കുന്നത് പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്, ഹറാമാക്കിയിട്ടുണ്ട്. വലിയ വലിയ കോടീശ്വരന്മാർ കോടിക്കണക്കിന് രൂപകൾ പലിശക്കെടുക്കുകയും അവസാനം അത് അടച്ചു തീർക്കാൻ പറ്റാതെ വരുമ്പോൾ ആ കോടിക്കണക്കിന് രൂപ ബാങ്കുകൾ തള്ളിക്കളയുകയും ചെയ്യാറുണ്ട്. പക്ഷേ അതേ സ്ഥാനത്ത് പാവപ്പെട്ട കർഷകരെടുക്കുന്ന പൈസ അടച്ചു തീർക്കാൻ പറ്റാതെ വരുമ്പോൾ അതൊരിക്കലും തള്ളിക്കളയാതെ അവരെ വീണ്ടും മാനസികമായിട്ട് പിടിമുറുക്കുകയും ഒടുവിൽ അവസാനം ആത്മഹത്യക്ക് ശ്രമിക്കാതെ. ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്, ഒരു കാലത്ത് അമവിയ രാജകുമാരനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളുടെ കാലത്ത് വളരെ കൃത്യമായിട്ട് ഇസ്ലാമിൻ്റെ സാമ്പത്തിക നയങ്ങൾ നടപ്പിലാക്കിയതിൻ്റെ പേരിൽ അവസാനം പാവപ്പെട്ടവന് കൊടുക്കേണ്ട സക്കാത്ത് പോലും വാങ്ങാൻ ഒരു മനുഷ്യൻ പോലും ഇല്ലാത്ത രീതിയിൽ എല്ലാ ആളുകൾക്കും കൃത്യമായ രീതിയിൽ സാമ്പത്തികമായി സുരക്ഷിതരാവുകയും ചെയ്യും. ഇവിടെയാണ് നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ വീട്ടിലോ നമ്മുടെ നാട്ടിലോ ഒക്കെ വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇസ്ലാം പഠിപ്പിക്കുന്ന സാമ്പത്തിക അധ്യാപനങ്ങൾ നമ്മൾ നടപ്പിലാക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ എന്നല്ല, ഏകദേശം എല്ലാ രീതിയിലും നമ്മുടെ സാമ്പത്തികമായ പ്രശ്നങ്ങളെ പിടിച്ചു നിർത്താൻ ഇസ്ലാമിൻ്റെ പഠനരീതി കൊണ്ട് നമുക്ക് സാധിക്കും.